കേരളത്തിലെ CPM അത് വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുത്തു പോകുന്ന നിലപാടുകളെ പറ്റി നമുക്കറിയാം. അത് രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ ഉണ്ട്. ഒന്നാമതായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ആ ഒരു സംവിധാനം മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസിന്റെ പേര് ഭാരത് ജോഡോ യാത്ര എന്നാണ്. അതിന്റെ ഒന്നാമത്തെ സമാപന സമ്മേളനത്തിലും രണ്ടാമത് നടന്ന ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്കും പ്രതിപക്ഷ കക്ഷിയുടെ മെമ്പർ എന്നുള്ള നിലയിൽ CPM-നെ ക്ഷണിച്ചിരുന്നു. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിരുന്നു. അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ കണ്ണുരുട്ടിയത് പിണറായി വിജയനാണ്. അത് കേൾക്കേണ്ടി വന്നു സഖാവ് സീതാറാമിന്. കാരണം ഫണ്ട് ചെയ്യുന്നതും ആ പാർട്ടി ഓഫീസിനെ പിടിച്ചു നിർത്തുന്നതും അവിടുത്തെ കറണ്ട് ബിൽ അടയ്ക്കുന്നതും കേരളത്തിൽ നിന്നുള്ള CPM ആയതുകൊണ്ട് അവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഇന്ത്യ മുന്നണി, ഇനി NDA തന്നെ ആയിരിക്കട്ടെ, ഏതാണെങ്കിലും ആ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നവരാണല്ലോ മുന്നണിയുടെ ഭാഗമാകുന്നത്. ഇപ്പോ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി സംസ്ഥാനത്തെ NDA യോഗം വിട്ടുനിന്നാൽ, കാരണങ്ങളില്ലാതെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ ആ മുന്നണിയിൽ നിന്ന് അവർ സ്വാഭാവികമായും വെളിയിൽ പോകും. നോക്കൂ, CPM ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും യോഗത്തിലേക്ക് ഒഫീഷ്യൽ പ്രതിനിധിയെ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ യോഗത്തിൽ പങ്കുചേർന്നിട്ടില്ല. മൂന്നാമതായി, ഇത് BJP വിരുദ്ധ, കേന്ദ്ര സർക്കാർ വിരുദ്ധ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് മൂന്നാം മുന്നണി എന്ന പരിപാടി എന്നത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. 2014 UPA ഗവൺമെന്റ് താഴെ പോകാനുണ്ടായിരുന്ന കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്, ഇവന്മാർ ഈ അധർമ്മ കൂട്ടമുണ്ടല്ലോ, ഇവരുണ്ടാക്കിയ മൂന്നാം മുന്നണി ആശയമാണ്. അതിന്റെ പേരിൽ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു കപട സത്യാഗ്രഹവാദിയെ പിടിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് കൊണ്ട് കിടത്തി സമരം ചെയ്യിപ്പിച്ച് മുന്നിൽ നിന്നത് ഈ CPM ആണ്. അതേ CPM അതേ പണിയുമായിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങി 2023 എവിടെയാ? ഹൈദരാബാദിൽ. KCR-ന്റെ പാർട്ടി, അന്ന് ഹൈദരാബാദ് ഭരിക്കുന്നത്, തെലങ്കാന ഭരിക്കുന്നത് KCR ആണ്. KCR-ന്റെ പാർട്ടിയെയും കൂട്ടി ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പോവാത്ത 4-3-7 പേരെ വിളിച്ചു ചേർത്ത് അവരൊരു മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ സംവിധാനവുമായിട്ട് മുമ്പോട്ട് പോയി. ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിണറായി വിജയൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പണി ചെയ്തത് അതും CPM ആണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി യോഗത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ 2 നേതാക്കൾ എന്ന പ്രയോഗം അങ്ങ് പിൻവലിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന യാതൊരുവിധ തെളിവും, യാതൊരുവിധ അവരുടെ സർവൈലൻസ്, എന്താ പറയുന്നത്, അവരുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായ യാതൊരുവിധ പ്രൂഫും ആർക്കില്ല. ഈ നമ്മൾ പൊതു രാഷ്ട്രീയം വിവക്ഷിക്കുന്നവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM അതിലുണ്ടെങ്കിൽ ആ മുന്നണി കേരളം വിട്ടുകഴിഞ്ഞാൽ CPM സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ ഉള്ളത് ആരുടെ പടമാണ്? രാഹുലിന്റെ അല്ലേ? അത് പിണറായി വിജയനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. തമിഴ്നാട്ടിൽ CPM-ന് 2 വോട്ട് കിട്ടണമെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചാൽ കിട്ടില്ല എന്നുള്ള ബോധ്യം, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ കിട്ടും എന്നുള്ളതിനോടൊപ്പം തന്നെ പിണറായിയുടെ ഫോട്ടോ വെച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കില്ല പിണറായിയുടെ ഫോട്ടോ മാറ്റിയത്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ, ഈ രാജ്യത്ത് അവർക്കുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയില്ലേ, ബംഗാളിൽ, ത്രിപുരയിൽ, തമിഴ്നാട്ടിൽ, രാജസ്ഥാനിൽ ഞങ്ങളുടെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന സീറ്റിൽ, ഏതെങ്കിലും ഒരു സീറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ ഒരു പടം പോയിട്ട് അവിടെ ഒരു ബൂത്ത് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രാജ്യത്ത് അവർക്കുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഐക്യചേരിയുടെ, ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ മുന്നണി പോരാളിയായ, എന്താ പറയുന്നത്, ഭടനായ, സൈന്യാധിപനായ പിണറായി വിജയനെ, ക്യാപ്റ്റനെ എന്താണ് വിളിക്കാത്തത്? അപ്പോ ഈ സംസ്ഥാനത്തിന് വെളിയിലുള്ള ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന ചില തവളകൾക്ക് ഒഴികെ സംസ്ഥാനത്തിന് വെളിയിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി അറിയാം, രാജ്യത്ത് ഇടതുപക്ഷം എന്ന് പറയുന്നതുമായി യാതൊരു രീതിയിലും ചേർന്ന് പോകാത്ത ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനത്തുള്ളത് എന്നും ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിലോ ബംഗാളിലോ ത്രിപുരയിലോ എന്തിനേറെ രാജസ്ഥാനിൽ മത്സരിക്കുന്ന ഒരു സീറ്റിലെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ, ആ മുഖം കാണിച്ചാൽ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുമെന്ന് അവിടെ ഉള്ളവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ഞാൻ ജയിൽ കണ്ടിട്ടുള്ള ആളാണ്, ജയിൽ കണ്ട് ഭയപ്പെട്ട ആളല്ല. പിണറായി ഒരുപാട് ജയിൽ കണ്ടിട്ടുണ്ടാവും. കാര്യം കേരളത്തിലെ ചന്ദ്രനെ പേടിയില്ലാത്ത ആളാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും വടിവാളുകളെയും കൊടുവാളുകളെ പേടിയില്ലല്ലോ.